അവിടെ ഇരിക്കണോ? താനൊന്ന് പോടോ. മുമ്പ് ഇവിടെ നടന്ന കന്നുകാലി മരണത്തിന് ആരാ സമാധാനം പറയാ? കാമരാജന്റെ 2 കോഴി, പിന്നെ അവന്റെ പട്ടി. പട്ടി പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉൽപ്പലാക്ഷിന് വേണ്ടി മെമ്പർ നാണപ്പൻ സംസാരിക്കാം. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വർ കുറുപ്പിന് അഭിപ്രായം പറയാൻ എന്താണ് അവകാശം? അത് നീ അറിയേണ്ട കാര്യമില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്കൻ നായരെ രക്ഷിക്കാൻ വേണ്ടിയല്ലയോ ഈ എക്സിക്യൂട്ടീവ് ഭരണി എവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്? പ്രതിപക്ഷത്തെ ആരെയാണ് പട്ടി വിളിച്ചിരിക്കുന്നത്? പ്രതിപക്ഷത്തെ ഒന്നടങ്കം പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കുക. പ്രതിപക്ഷത്തെ പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കണം. ഈ പോക്കണംകോട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരിസ്ട്രോയിക്കായും ഗോർബച്ചയും നടപ്പിലാക്കാത്ത ചുറ്റുപാടിൽ ഞങ്ങൾ നിങ്ങളുടെ പെരിസ്ട്രോയിക്കായും വാഴയ്ക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എന്താ വേണ്ടത്? ഇവിടെ പേറ്റു നോവുന്നാലും വയറ്റു നോവുന്നാലും വയറ്റാറ്റി നാനിയുടെ പച്ച മരുന്നല്ലേ ഉള്ളൂ. അതിന് ബഹുമാനപ്പെട്ട മെമ്പറോട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ 5 പറയാൻ. അതിനൊന്നും തന്റെ ഒത്താശ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എന്തോന്ന് സൈലൻസ്? എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം. ഈ പഞ്ചായത്തിൽ ഒരു ഡോക്ടർ വേണം. എന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അത് എന്റെ വാർഡിൽ തന്നെ വരികയും വേണം. അതെന്താ വനിതാ മെമ്പറിന്റെ പത്രിക ഇത്ര പ്രത്യേകത? ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഓരോ പത്രിക. അത് മെമ്പറിന്റെ കയ്യിൽ തന്നെ വെച്ചോണ്ടാ മതി. എന്റെ വാർഡിൽ തന്നെ ഡോക്ടർ വരണം. വനിതാ മെമ്പറെ ഞാൻ പിന്താങ്ങുന്നു. ഞാൻ കുറെ കാലം വനിതാ മെമ്പറെ പിന്താങ്ങുന്നു. അതങ്ങോട്ട് മത്തങ്ങയുടെ ചമ്മലുണ്ട്. ഊർജിത ക്ഷീര വികസന മേഖലയായി പ്രഖ്യാപിച്ച ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ചത്തുമലർന്ന 4 കാലികൾ, 2 കാലികൾ, കോഴികൾ, പട്ടികൾ, പൂച്ചകൾ, ആടുമാടുകൾ എന്നിവയ്ക്ക് കയ്യും കണക്കുമില്ല. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിന്റെ ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ്. പോക്കണംകോട്ടേക്ക് പോടാ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റക്കൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും നരകത്തിലേക്ക് പോകും. മനുഷ്യനെ ചികിത്സിക്കാൻ ഡോക്ടർ വരാത്തെടുത്ത ചാണകം വരാൻ ഡോക്ടർ വരുന്നത്, അതും ഈ പോക്കണംകോട്ടിലേക്ക്. കുറിപ്പ് പറഞ്ഞായിരുന്നു ശരി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച ഇവിടെ ഒരു മണ്ണാങ്കടി നടക്കൂല. ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ കസേരയിൽ 8 കാലി കണക്കെ അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗ ഡോക്ടർ എത്തുകയല്ല. മറുപടി ഒച്ചത്തി പറയണം. ഇരിക്കണോ? പറയാം. എന്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് സൊസൈറ്റിയുടെ തറക്കല്ലിട്ടുകൊണ്ട് ഞാൻ ചെയ്ത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇല്ല, ആ സമയത്ത് ഞങ്ങൾ ആരും ജനിച്ചിട്ടില്ല. ഇപ്പൊ തറക്കല്ലേൽ അധ്യക്ഷൻ ഉണ്ണിക്കണ്ണൻ നായ എന്ന് എഴുതിയിരിക്കുന്നതേ ഞങ്ങൾ വായിച്ചിട്ടുള്ളൂ. ഊർജിത ക്ഷീര വികസനം നേതാവ് ഇരിക്കെ, ബാക്കി ഞാൻ പറയാം. ഊർജിത ക്ഷീര വികസനം എന്ന് പറയുമ്പോ ഉണ്ണിക്കണ്ണൻ നായരെ, എന്റെ പ്രസിഡന്റ്, ഞങ്ങൾക്ക് ചൊറിയും. ഇവിടെ ഒരു മൃഗ ഡോക്ടർ വരണമെങ്കിൽ താൻ ആ കസേരന്ന് ഇറങ്ങണം, ഞങ്ങൾ കേറണം. ഈ ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും അത് നടക്കുകയില്ല. ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും വേണ്ടില്ല, അത് നടത്തിക്കും. അടുത്ത തിങ്കളാഴ്ചക്കാണ് മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അപ്പൊ 2 ഒന്നറിയാം. വാ നേതാവേ, നമുക്ക് വാക്കൗട്ട് നടത്താം. വാ. അതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. 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 UDC കുമാരി, പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഇവളുടെ അങ്കലാവണ്യം പോക്കണംകോടിന്റെ ഹരമാകുന്നു. ഇത്തവണ നമുക്ക് തന്നെയാണ് ഭൂരിപക്ഷം.
മഞ്ഞ ഏ? പോകാം. ആ. ഈ ചെറുപ്പക്കാരനെ നോക്കൂ. ഊർജിത ക്ഷീരവികസന പദ്ധതി സഫലമാകുമ്പോൾ ഒരു ഉപോൽപ്പന്നം എന്ന പോലെ രൂപം കൊള്ളാവുന്ന പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആവാൻ ഇന്നേ തയ്യാറായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ സൊസൈറ്റി ബാലൻ എന്നേ സ്വയം വിശേഷിപ്പിക്കാറുള്ളൂ. എന്താ ഞാൻ പിണങ്ങി. എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ഹ, ബാലേട്ടാ. എന്താ വിളിച്ചേ? ബാലേട്ടൻ. കുമാരി പ്ലസ് ബാലൻ. ഈ നാട്ടിലെ സർവ്വ മതിലുകളിലും ഞാൻ എഴുതി വെക്കും ബാലൻ പ്ലസ് കുമാരി. ഈ നാട്ടുകാരെ മുഴുവൻ അറിയട്ടെ നമ്മുടെ അതൊന്നും റിലേഷൻഷിപ്പ്. വേണ്ട ബാലേട്ട. അയ്യോ അത് വേണം. അയ്യോ ഓഫീസിൽ പോകാൻ നേരമായി, ഞാൻ പോട്ടെ. അതെ, അച്ഛൻ തന്നെ. എന്താ സംശയമുണ്ടോ? അല്ല. എന്താണ് ഇവിടെ? ഇവിടെ സൊസൈറ്റി എന്റെ അമ്മയുടെ സൊസൈറ്റി. പോടാ അവിടെ. പോകാൻ. നേരെ ഒരു ചായ എടുത്തേ. ഞാൻ എടുക്കുന്നു. ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ നാണപ്പാ? എനിക്കിത് കേൾക്കുമ്പോഴാ ഒരു നേരം കോത്താഴത്തേറെ ചോദ്യം ചോദിക്കരുത്. വരുന്ന തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കന്റെ തൊപ്പി ഞങ്ങൾ ഏർപ്പിക്കും. പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പലാക്ഷ പോക്കനംകോടിന്റെ പ്രസിഡന്റ്. ഈ നാടിന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു. ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു. എന്ത് പറഞ്ഞാലും സൊസൈറ്റി ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും. പോലീസ് എന്താ നാണപ്പാ, പഞ്ചായത്ത് കലങ്ങി പറയുമോ? കലക്കി മറിക്കും. ഞങ്ങളുടെ ഭരണം വന്നാൽ നിങ്ങൾക്ക് പ്രൊമോഷനാ. 8 പോസ്റ്റ് ഡ്യൂട്ടി ആണെങ്കിലും പാന്റ് ഒക്കെ തരും. എങ്ങനെ ഭരണം കൈവരുമെന്നാ പറയാം. ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി നീ പുട്ടടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്ക് തിന്ന്. ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ. തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും. എന്നാ ഉൽപ്പലാക്ഷനെ പറ്റിൽ 2 ചായ എടുത്തോ കുഞ്ഞനായരെ. ഈ 2 മുട്ടുകൂടി എടുത്തോ? ആ, ഒന്ന് മധുരം കുറച്ച്. കൊട് കൊട്, തിന്ന് കൊഴുക്കട്ടെ. എന്തായാലും ആ നാണപ്പൻ ചെയ്ത് അതിക്രമമായി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വനിതാ മെമ്പർ അടക്കം 6 പേരെ അവൻ ചാക്കി കയറ്റിയിരിക്കുന്നത്. ആ വനിതാ മെമ്പറെ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് പിടിച്ചുകൂടായിരുന്നു കുറുപ്പേ. അതിനെ അവർ നിന്ന് തരണ്ടേ? നമ്മൾ ചാക്ക നിവർത്തുന്നതിന് മുമ്പ് അവര് കൂറുമാറി. സാരി മാറുന്ന പോലാണല്ലോ കുറുപ്പേ അവള് കൂറുമാറുന്നത്. ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? അവിശ്വാസം വന്നാൽ നമ്മൾ തെറിക്കും. ഇല്ല, ഞാനത് സമ്മതിക്കല. അയ്യോ എന്ന് പറഞ്ഞാ പറ്റുമോ? പറ്റണം. ഞാൻ തെറിച്ചാ താനും തെറിക്കും. താൻ കട്ട് നിന്നതിന്റെ കണക്കൊക്കെ അവന്മാര് കുത്തിപ്പൊക്കും. അയ്യോ എന്താ അയ്യോ? ഇവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കാര്യമായോ? വകുപ്പ് മന്ത്രിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടുകയല്ല. എവിടുന്നേലും തിങ്കളാഴ്ചക്ക് മുമ്പ് മൃഗ ഡോക്ടറെ ഇവിടെ എത്തിക്കണം. പറഞ്ഞപ്പോ എളുപ്പം തീർന്നു. പക്ഷെ ഇതിനൊക്കെയുള്ള പണച്ചിലവാരി വഹിക്കും. പഞ്ചായത്തിൽ നിന്ന് വഹിച്ചൊന്നും മിച്ചമില്ലേ കയ്യിലെ? പണം എത്ര വേണേലും മുടക്കാം. പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന്. താൻ ഇന്ന് തന്നെ പുറപ്പെടണം. ഇന്ന് തന്നെ പോണം. കുറുപ്പേ, മരിക്കുമ്പോഴും എനിക്ക് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തന്നെ മരിക്കണം. അതെന്റെ ഒരു വാശിയാ. അത് മുടക്കരുത്. അവിശ്വാസം വരുന്നതിന് മുമ്പ് മൃഗ ഡോക്ടർ ഇവിടെ എത്തണം. എന്നെ തോപ്പിക്കരുത് കുറുപ്പേ.
ഏതവനടാ ഈ കളിയാക്കുന്നത്? ആ, 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 ആ. ഇത് പഞ്ചറായല്ലോ. ഇപ്പൊ 3 പ്രാവശ്യമല്ലേ ഞാൻ പഞ്ചർ ഒട്ടിക്കണത്. കുറുപ്പ് സാറോ? അയ്യോ അയ്യോ, അയ്യോ ഞാൻ നീ ഓഫീസിൽ പോകണ്ടതാ. എന്നതാ കാണിച്ചേ? തുടങ്ങി. എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാർ എങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ആ സിനിമയ്ക്ക് പോക്കൊക്കെ എപ്പോ തുടങ്ങി? എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി. നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. ആഹാ, മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ടം? അയ്യടാ, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ? എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില ഈ തിയേറ്ററിൽ നിന്ന് 2 സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. ആ വന്ന കാര്യം പറ. ആ, ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കുകയാണ് ഭൈരവ. പുതിയ ജീവിത ഇതിനകത്താ? ഏയ് നോക്കട്ടെ. അതൊന്നുമല്ല. പിന്നെ? അതല്ല, ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ ഏയ്. വാ. ഒരു മൃഗഡോക്ടറില്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണം കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുലുമാരുണ്ടായാലും ഭൈരവൻ തടി വരും. എന്തായാലും മൃഗ ഡോക്ടർ ആവുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ. അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്, ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇതാ, ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇതാ, ഇത് ചാവക്കാട് ഞാൻ ഡോക്ടറായപ്പോൾ വാങ്ങിയിട്ടുള്ള കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ. അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ? ആ, ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. വീതിച്ച് കളിക്കൊന്നും വേണ്ട, അതങ്ങനെ ഇങ്ങോട്ട് തന്നാ മതി. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ. ഇങ്ങനെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. തന്റെ അച്ഛന്റെ ഒന്നും അല്ലല്ലോ. എന്തായാലും ആരും പറ്റിച്ചോണ്ടെന്ന് കാശത് ഉറപ്പാ. ഓ ഈശ്വര സമാധാനായി. ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത്, ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്കും. ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി.